4th സെമസ്റ്റർ BCOM കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ പേപ്പറിൻ്റെ റിവിഷൻ ക്ലാസ്സാണ് നമ്മളിവിടെ എടുക്കുന്നത്. നമ്മളിവിടെ സെക്കൻഡ് ചാപ്റ്ററാണ് നോക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ മോഡ്യൂൾ 1 വരുന്നതാണ്. ഓക്കെ, ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്നാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ ബേസിക്കലി ഒരു തിയറി ചാപ്റ്ററാണ്. തിയറി പോർഷൻസാണ് കൂടുതലായിട്ട് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ നമുക്ക് വല്ല ക്ലാസ്സിലേക്ക് കടക്കാം. ചാപ്റ്ററിൻ്റെ പേര് ഞാൻ സൂചിപ്പിച്ചിരുന്നു, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻവോൾവ്സ് കളക്ടിങ്, ക്ലാസിഫൈങ്, റെക്കോർഡിംഗ് ആൻഡ് അലോക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഫോർ അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ആഫ്റ്റർ കോസ്റ്റ് ഹാവ് ബീൻ കളക്റ്റഡ് ദീസ് ആർ ക്ലാസിഫൈഡ്. സോ ഇതിൻ്റെ പ്രോസസ്സിൽ ആദ്യം കളക്ഷൻ ഓഫ് കോസ്റ്റ് കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. അപ്പോൾ ഇവിടെ എന്താണ് ആദ്യം തന്നെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വാട്ട് യു മീൻ ബൈ കോസ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറഞ്ഞത് കോസ്റ്റ് എന്താണ്, ദ പ്രൈസ് പെയ്ഡ് ഫോർ സംതിങ് ആണ്. എന്തിനെങ്കിലും ഒരു വില കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് എന്ത്, കോസ്റ്റ് എന്ന് വെച്ചാൽ. ഇറ്റ് മീൻസ് എനിത്തിങ് വിച്ച് ഇസ് ഗിവൺ ഓർ സാക്രിഫൈസ്ഡ് ടു ഒബ്റ്റെയിൻ സംതിങ്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് എന്ത്, കോസ്റ്റ് എന്ന് വെച്ചാൽ. ബട്ട് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് it has a specific meaning. A cost is incurred when a resource is used for some purpose. എന്തെങ്കിലും റിസോഴ്സ് എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ ആ റിസോഴ്സിന് വരുന്ന തേയ്മാനം, അല്ലെ ആ എത്രമാത്രം റിസോഴ്സ് യൂസ് ചെയ്യുന്നു, അതാണ് കോസ്റ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വെള്ളം യൂസ് ചെയ്യുന്നു, വാട്ടർ യൂസ് ചെയ്യുന്നു നമ്മൾ. അപ്പോൾ ഈ വാട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ വന്ന വാട്ടറിന് വന്ന ചിലവാണെന്ത്, കോസ്റ്റായിട്ട് ഇവിടെ പറയുന്നത്, എന്തെങ്കിലും സാധനം ഉൽപ്പാദിപ്പിക്കാനായിട്ട്. ഓക്കെ, ഇൻ അതർ വേർഡ്സ്, വെൻ എ ബിസിനസ് enterprises produces or sells goods or services, it incurs cost. Thus, in cost accounting, the term cost refers to the resources consumed to produce a product or service. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മീനിങ്. The term cost refers to the resource consumed to produce a product or service. അതൊന്ന് നോക്കി വെച്ചേക്കുക. See, there is also a definition for cost. According to ICMA London, it has defined കോസ്റ്റ് ആസ് ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ എ ഗിവൺ തിങ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കി വെച്ചാൽ മതി. അപ്പോൾ കോസ്റ്റ് കഴിഞ്ഞു, ഇനി അടുത്തത് എന്താണ്, എക്സ്പെൻസ് എന്നുള്ളതാണ്. സോ കോസ്റ്റ് പ്രൊവൈഡ്സ് എ ബെനിഫിറ്റ്. എന്തെങ്കിലും ഒരു ബെനിഫിറ്റിന് വേണ്ടി എടുക്കുന്ന ചിലവാണെന്ത്, കോസ്റ്റ്. ഓക്കെ, ഇഫ് ദ ബെനിഫിറ്റ് ഈസ് റിസീവ്ഡ് ഇമീഡിയറ്റ്ലി ദെൻ കോസ്റ്റ് ബിക്കംസ് എൻ എക്സ്പെൻസ്. ആ ബെനിഫിറ്റ് ഇമീഡിയറ്റ്ലി നമുക്ക് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് എൻ എക്സ്പെൻസ്. സച്ച് ആസ് salary is an expense. Okay, if cost gives future benefits then cost is known as asset or expenditure. അതായത് കോസ്റ്റ് ഭാവിയിലുള്ള ഉപകാരങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ it is called as asset or expenditure, such as machinery. As the asset is used, an expense such as depreciation arises. അസറ്റ് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, ഡിപ്രിസിയേഷൻ എന്ന് വെച്ചത് എക്സ്പെൻസും എക്സ്പെൻഡിച്ചറും എന്താണ്, അല്ല എക്സ്പെൻസ് വരുന്നുണ്ട്. Thus, cost include expense and expenditure. ഇപ്പോൾ കോസ്റ്റിൽ എക്സ്പെൻസ് വരുന്നുണ്ട്, എക്സ്പെൻഡിച്ചറും വരുന്നുണ്ട്. സോ AICPA ഹാസ് ഡിഫൈൻഡ് എക്സ്പെൻസ് ആസ് ഓൾ എക്സ്പയർഡ് കോസ്റ്റ് വിച്ച് ഈസ് ഡിഡക്റ്റബിൾ ഫ്രം റവന്യൂ. റവന്യൂവിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ എക്സ്പയർഡ് കോസ്റ്റും ആണെന്ത്, ഈ എക്സ്പെൻസ് എന്ന് വെച്ചാൽ. ഇനി അടുത്തത് ലോസ് എന്താണെന്നുള്ളതാണ്. ഇഫ് നോ ബെനിഫിറ്റ് ഈസ് റിസീവ്ഡ് ഫ്രം കോസ്റ്റ് ഇൻകേർഡ് ഓർ ഇറ്റ് ഈസ് sure that no benefit will accrue, the cost becomes lost. അതായത് നമുക്കൊരു ബെനിഫിറ്റും ഇല്ലാതെ നമുക്ക് ചിലവ് വരികയാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് ആസ് ലോസ്റ്റ്. ദിസ് ഈസ് ലോസ്റ്റ് കോസ്റ്റ്. ദിസ് ലോസ്റ്റ് കോസ്റ്റ് ഈസ് നോൺ ആസ് ലോസ്. അതായത് ഈ നഷ്ടപ്പെട്ടു പോയ ചിലവിനെയാണ് എന്ത് പറയുക, ലോസ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കോസ്റ്റ് ആണ്. സോ കോസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ്. Cost classification is the process of grouping costs according to their common characteristics. അപ്പോൾ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് കോസ്റ്റിനെ എന്ത് ചെയ്യാം, നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷൻസ് ആണ് നോക്കാനുള്ളത്. അക്കോർഡിംഗ് ടു ഫങ്ഷൻ കോസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മാനുഫാക്ചറിങ് കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആൻഡ് ഫിനാൻസിങ് കോസ്റ്റ്. ഓക്കെ, മാനുഫാക്ചറിങ്, അഡ്മിനിസ്ട്രേറ്റീവ്, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഫിനാൻസിങ് കോസ്റ്റ്. ഓഫ് കോസ്റ്റിൽ അക്കോർഡിംഗ് ടു ഫംഗ്ഷനിൽ നമ്മൾ കണ്ടു ദർ ആർ 5 ടൈപ്സ് ഓഫ് കോസ്റ്റ്: മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, ഫിനാൻസിങ് കോസ്റ്റ്. ഇനി അക്കോർഡിംഗ് ടു ബിഹേവിയർ ഓർ വേരിയബിലിറ്റി, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ബിഹേവിയർ ഓർ വേരിയബിലിറ്റി, there are
fixed, variable, semi-variable and step cost. There are fixed cost, there are variable cost, there are semi-variable cost and there are step cost. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ എസ്സേ പോലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ കണ്ടതാണ്. ഫസ്റ്റ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫംഗ്ഷൻസ് ആയിരുന്നു. സോ ദ ക്ലാസിഫിക്കേഷൻ വാസ് മാനുഫാക്ചറിങ്, അഡ്മിനിസ്ട്രേറ്റീവ്, സെല്ലിംഗ്, distribution and financing. The next category is on the basis of behavior or variability and they are fixed, variable, semi-variable and step cost. അപ്പോൾ ആദ്യം ഫിക്സ്ഡ് കോസ്റ്റ് എന്താണെന്ന് നോക്കാം. ഫിക്സ്ഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഡു നോട്ട് ചേഞ്ച് വിത്ത് ചേഞ്ചസ് ഇൻ ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ്റെ വോളിയം മാറിയാലും മാറ്റമില്ലാത്ത കോസ്റ്റുകളാണ് ഫിക്സ്ഡ് കോസ്റ്റ്. വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ദ ഫിക്സ്ഡ് കോസ്റ്റ് ഓർ the fixed cost or total cost will remain fixed. അതായത് പ്രൊഡക്ഷൻ മാറിയാലും കുറഞ്ഞാലും കൂടിയാലും കുറഞ്ഞാലും ഫിക്സ്ഡ് കോസ്റ്റിന് യാതൊരുവിധ മാറ്റം വരില്ല. ഓക്കെ, അപ്പോൾ അതിന് ചില ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ പെർമനൻറ്റ് സ്റ്റാഫിന് കൊടുക്കുന്ന വേജസും സാലറീസും അതിനൊരു മാറ്റം വരില്ല. ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരില്ല പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും. മുനിസിപ്പൽ ടാക്സുകൾ ഉണ്ടെങ്കിൽ ടാക്സ് കൊടുക്കുന്നതിന് മാറ്റം വരില്ല. ഡിപ്രിസിയേഷൻ മാറ്റം വരില്ല ബിൽഡിങ്ങിൻ്റെ ഒക്കെ. അതേപോലെ റെൻറ്റിന് മാറ്റം വരില്ല, റേറ്റിന് മാറ്റം വരില്ല. ഓക്കെ, ദ ബിഹേവിയർ ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ഷോൺ ബിലോ. ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ കൂടിയാലും അല്ലെങ്കിൽ കുറഞ്ഞാലും ഫിക്സ്ഡ് കോസ്റ്റിന് എന്താണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ഇതൊരിക്കലും കൂടാനോ അല്ലെങ്കിൽ കുറയാനോ പോകുന്നില്ല ഫിക്സ്ഡ് കോസ്റ്റ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ്, ഇപ്പോൾ പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് കുറയും. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും അത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടത്. ഓക്കെ, അതാണ് നമ്മൾ എക്കണോമീസ് ഓഫ് സ്കെയിലിലൊക്കെ കാണുന്നത്. അതായത് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുമ്പോൾ എന്താണ് ഓരോ യൂണിറ്റിൽ വരുന്ന ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ അളവ് കുറയും. അതായത് ഇപ്പോൾ ഒരു യൂണിറ്റാണ് ഇവിടെ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു അളവത്തിൻ്റെ ഫിക്സ്ഡ് കോസ്റ്റ് വരിക. 10 രൂപയാണ് ഫിക്സ്ഡ് കോസ്റ്റ് എങ്കിൽ ഒരു യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ എന്നെങ്കിലാണ് ആ ഒരു യൂണിറ്റിന് ഫിക്സ്ഡ് കോസ്റ്റ് 10 രൂപയെ വരുന്നുള്ളൂ. ഇനി നമ്മൾ 100 യൂണിറ്റോ അല്ലെങ്കിൽ 10 യൂണിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ 10 രൂപ ഫിക്സ്ഡ് കോസ്റ്റ് ആണെങ്കിൽ ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റിന് 1 രൂപയാണ് ഫിക്സ്ഡ് കോസ്റ്റ് വരിക. ഓക്കെ, സോ ഇവിടെ പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് കുറയും. ഈ പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ, കുറയുകയാണെങ്കിൽ അത് കൂടും. പക്ഷേ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് പ്രൊഡക്ഷൻ കുറഞ്ഞാലും കൂടിയാലും എന്താണ് മാറ്റം അതിന് വരും. കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ബിഹേവിയർ. ദ ഫസ്റ്റ് വൺ വാസ് ഫിക്സ്ഡ് കോസ്റ്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്തതാണ് വേരിയബിൾ കോസ്റ്റ്, അതായത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ബിഹേവിയറിൽ വരുന്നത്. സോ വാട്ട് ഇസ് വേരിയബിൾ കോസ്റ്റ്? വേരിയബിൾ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് വേരി ഡയറക്ട്ലി ഇൻ ചേഞ്ച് ഇൻ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഓർ വോളിയം ഓഫ് ഔട്ട്പുട്ട്. അതായത് പ്രൊഡക്ഷൻ്റെ വോളിയം വർദ്ധിക്കുമ്പോൾ, ഓരോ യൂണിറ്റ് അധികം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അധികം കോസ്റ്റ് വരികയാണെങ്കിൽ അതിൻ്റെ പേരാണ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റിൽ പ്രൊഡക്ഷൻ്റെ യൂണിറ്റ് കുറയുകയോ കൂടുകയോ ചെയ്താലും കോസ്റ്റ് ഒരു സ്റ്റേബിളായി നിൽക്കുകയായിരുന്നു. അതായിരുന്നു ഫിക്സ്ഡ് കോസ്റ്റ് അതിനെ പറഞ്ഞത്. വേരിയബിൾ കോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ വേരിയബിൾ കോസ്റ്റ് വർദ്ധിക്കും, പ്രൊഡക്ഷൻ കുറയുമ്പോൾ വേരിയബിൾ കോസ്റ്റ് കുറയും. ഓക്കെ, ബട്ട് പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഫിക്സ്ഡ് കോസ്റ്റിൽ പെർ യൂണിറ്റ് കുറയുക ചെയ്യുക, വേരിയബിൾ കോസ്റ്റിൽ സെയിം ആയിരിക്കും. പക്ഷേ ഫിക്സ്ഡ് കോസ്റ്റിൽ എന്താണ് ടോട്ടൽ കോസ്റ്റ് വിൽ ബി ഓൾവേസ് സെയിം. Whether the production increases or whether the production decreases, it doesn't matter. But in variable cost, the cost will increase as production increase and cost will decrease as production decrease. Okay. See, next one, semi-variable cost. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കഴിഞ്ഞിട്ട് അടുത്തതാണ് സെമി വേരിയബിൾ കോസ്റ്റ്. സോ ദേ ആർ പാർട്ട്ലി ഫിക്സ്ഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ. അപ്പോൾ കോസ്റ്റിൻ്റെ ഒരു ഭാഗം ഫിക്സ്ഡ് ആണ്, ഒരു ഭാഗം വേരിയബിൾ ആണ്. ടെലിഫോൺ ചാർജസ്. കാര്യം ടെലിഫോൺ ചാർജസ് നമ്മളെന്താണ് ഒരു കോൾ പോലും ചെയ്തിട്ടില്ലെങ്കിലും ഒരു ഫിക്സ്ഡ് എമൗണ്ട് എന്ത് കൊടുക്കണം, നമ്മളതിന് ചാർജ് കൊടുക്കണം. ഇനി കോളുകൾ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിനനുസരിച്ചിട്ട് ചാർജ് വർദ്ധിക്കുകയും ചെയ്യും. ഓക്കെ. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് അതും ഒരു അളവിൽ എന്തായാലും വരും. പിന്നെ എന്താണ് കൂടുതലായിട്ടും ബുദ്ധിമുട്ടുകൾ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ റിപ്പയറും വർദ്ധിക്കും. പവർ ചാർജസ് എന്തായാലും വരും, ഒരു ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ എന്തായാലും കൊടുത്തിരിക്കണം. ഡിപ്രിസിയേഷൻ എന്താണ് അത് കൊടുക്കണം. അപ്പോൾ എന്താണ് കൂടുതൽ അസറ്റ് യൂസ് ചെയ്താൽ അതിൻ്റെ ഡിപ്രിസിയേഷൻ വേഗത്തിൽ നടക്കുകയും ചെയ്യും. അല്ലെങ്കിലും ഡിപ്രിസിയേഷൻ ഒരു ഫിക്സ്ഡ് ആയിട്ട് എന്തായാലും നടക്കും. സൂപ്പർവിഷൻ കോസ്റ്റ് ഓക്കെ, അതും എന്താണ് കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ കൂടുതൽ സൂപ്പർവിഷൻ കോസ്റ്റ് നമ്മൾ ഈടാക്കേണ്ടി വരും. ഓക്കെ, ആർ എക്സാമ്പിൾസ് ഓഫ് സെമി വേരിയബിൾ കോസ്റ്റ്.
ദീസ് ആർ ഓൾസോ കോൾഡ് മിക്സ്ഡ് കോസ്റ്റ്. അപ്പോൾ ഇതിന് മിക്സ്ഡ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഓർ സെമി ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചാർട്ട് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിക്സ്ഡ് പോർഷൻ ഉണ്ടാവും, ഒരു പോർഷൻ ഫിക്സ്ഡ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ കൂടുമെന്നാണ് ഒരു ആഡ് ഓൺ അതിൽ വരും. അപ്പോൾ അതിനാണ് വേരിയബിൾ പോർഷൻ എന്ന് പറയാം. ബാക്കിയുള്ള താഴെ വരുന്നതാണ് എന്ത്, ഫിക്സ്ഡ് പോർഷൻ. ഈ ഒരു പോർഷൻ എന്തായാലും നമ്മൾ അടയ്ക്കേണ്ട പോർഷനാണ്. ഈ ഒരു പോർഷൻ എന്തായാലും പ്രൊഡക്ഷൻ നടന്നാലും നടന്നിട്ടില്ലെങ്കിൽ വരുന്ന ഒരു ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ കൂടുമ്പോൾ അനുസരിച്ച് എന്താണ്, വേറെയും കോസ്റ്റ് വരും. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്റ്റെപ്പ് കോസ്റ്റ്. അടുത്തത് സ്റ്റെപ്പ് കോസ്റ്റ് ആണ്. സ്റ്റെപ്പ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഇൻക്രീസ് ഇൻ സ്റ്റെപ്സ്. These remain fixed over a range of activity and then jumps to a higher level. When the level of activity increases beyond a certain point, the step cost will also increase. Okay, അപ്പോൾ ഇവിടെ ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഒരേ കോസ്റ്റ് ആയിരിക്കും. പിന്നെ അതൊരു ബിയോണ്ട് ഒരു സർട്ടൺ പോയിന്റ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അത് ആഡായിട്ട് ഇത്ര എത്തും. ഇനി അത് ഇവിടുന്ന് ഇവിടെ വരെ പോകുമ്പോൾ അത് മാറില്ല. പിന്നീട് ഈ ഒരു പോയിന്റ് കഴിയുമ്പോൾ എന്താണ്, അത് വീണ്ടും ആഡായിട്ട് ഇവിടെ എത്തും. ഓക്കെ, അപ്പോൾ അതൊരു സ്മൂത്ത് ട്രാൻസിഷനിൽ പോകുന്നതല്ല, അതിങ്ങനെ സ്റ്റെപ്പായിട്ട് പോവുക ചെയ്യുക. അപ്പോൾ ഒരു പോയിന്റ് വരെ ഒരു കോസ്റ്റ്, അത് കഴിഞ്ഞിട്ട് മറ്റൊരു കോസ്റ്റ്, അത് കഴിഞ്ഞിട്ട് മറ്റൊരു കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സ്റ്റെപ്പ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ചങ്കി കോസ്റ്റ്. സ്റ്റെപ്പ് കോസ്റ്റ് ഈസ് എ വേരിയൻ്റ് ഓഫ് സെമി വേരിയബിൾ കോസ്റ്റ്. അതായത് സെമി വേരിയബിൾ കോസ്റ്റിനൊരു വേരിയൻ്റ് ആണ് ശരിക്കും സ്റ്റെപ്പ് കോസ്റ്റ്. ഇൻസ്പെക്ഷൻ കോസ്റ്റുകൾ, സൂപ്പർവൈസർ സാലറി, canteen staff wages, etc. are examples of step cost. When step cost is plotted on a graph, it gets the shape of steps. It is shown below. Okay. Classification according to function, അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു വേരിയബിലിറ്റി ഓർ ബിഹേവിയർ. ഇത് രണ്ടും കഴിഞ്ഞു. ഈ നെക്സ്റ്റ് മെയിൻ പോയിന്റ് ആണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഐഡൻറ്റിഫയബിലിറ്റി ഓർ ട്രേസബിലിറ്റി. അതായത് കണ്ടുപിടിക്കുന്ന രീതിയിൽ, അതായത് കൃത്യമായിട്ട് കോസ്റ്റിനെ വ്യക്തതയോടുകൂടി കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അടിസ്ഥാനത്തിൽ അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ഐഡൻറ്റിഫയബിലിറ്റി ഓർ ചാർജബിലിറ്റി കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് വരുന്നുണ്ട്, അതേപോലെ ഇൻഡയറക്റ്റ് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് നോക്കാം. ഓൾ കോസ്റ്റ് വിച്ച് ക്യാൻ ബി കൺവീനിയൻ്റ്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ് ഇസ് നോൺ ആസ് ഡയറക്റ്റ് കോസ്റ്റ്. ഒരു കോസ്റ്റ് സെൻറ്ററിലേക്കോ അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റിലേക്കോ, ഒരു കോസ്റ്റ് സെൻറ്ററിലേക്കോ ഒരു കോസ്റ്റ് ഡയറക്റ്റായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് എന്ത്, ഡയറക്റ്റ് കോസ്റ്റ്. ഓക്കെ, മെറ്റീരിയൽ യൂസ്ഡ് ആൻഡ് ലേബർ എംപ്ലോയിഡ് ഇൻ മാനുഫാക്ചറിങ് എ പ്രൊഡക്റ്റ് ആർ കോമൺ എക്സാമ്പിൾസ് ഓഫ് ഡയറക്റ്റ് കോസ്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ലേബർ വേണ്ടി വന്നു, പിന്നെ കുറച്ച് മെറ്റീരിയൽസും വേണ്ടി വന്നു. അപ്പോൾ ഈ മെറ്റീരിയലിന് വന്ന ചിലവും ഈ ലേബറിന് വന്ന ചിലവും ഇതിന് ഡയറക്റ്റ് കോസ്റ്റാണ്. ഇതൊരു കോസ്റ്റ് യൂണിറ്റാണ്. ഈ കോസ്റ്റ് യൂണിറ്റിലേക്ക് വന്ന ഡയറക്റ്റ് കോസ്റ്റുകളാണ് ഈ ലേബറും ഈ മെറ്റീരിയലും. ഓക്കെ, അപ്പോൾ അതാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ. അക്കോർഡിംഗ് ടു ട്രേസബിലിറ്റി ഓർ ഐഡൻറ്റിഫയബിലിറ്റി, ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്തത് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. Those costs which cannot conveniently be identified with a particular cost unit or cost center are known as indirect cost. അതായത് ഒരു കോസ്റ്റ് യൂണിറ്റിലേക്കോ ഒരു കോസ്റ്റ് സെൻറ്ററിലേക്കോ കൃത്യമായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ such kind of costs are known as indirect cost. These are common to a number of cost unit or cost centers. They are to be apportioned on a suitable basis. The total of indirect cost is called overhead. അതായത് ഇൻഡയറക്റ്റ് കോസ്റ്റുകളുടെ ടോട്ടലിൻ്റെ പേരാണ് ഓവർഹെഡ്. ഫാക്ടറി മാനേജേഴ്സ് സാലറി, ഫാക്ടറി റെൻറ്റ്, ഡിപ്രിസിയേഷൻ ഓഫ് മെഷീനറി എക്സെട്ര ആർ ടിപ്പിക്കൽ എക്സാമ്പിൾസ് ഓഫ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. അതായത് ഫാക്ടറി മാനേജറുടെ സാലറി, ഫാക്ടറി റെൻറ്റ്, ഡിപ്രിസിയേഷൻ ഓഫ് മെഷീനറി, ഇതൊക്കെ ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കാറ്റഗറീസ് കഴിഞ്ഞു. മെയിൻ കാറ്റഗറീസ്, ഒന്ന് ഫംഗ്ഷൻ ആയിരുന്നു, ഒന്ന് ബിഹേവിയർ ആയിരുന്നു, ഒന്ന് ട്രേസബിലിറ്റി ആയിരുന്നു. ഈ 4ാമത്തെ മെയിൻ പോയിന്റ് വരുന്നത് ക്ലാസിഫിക്കേഷൻ ബൈ അസോസിയേഷൻ വിത്ത് ടൈം ആൻഡ് പീരീഡ്. ടൈമും പീരീഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, സോ ദീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു കോസ്റ്റ് ക്യാൻ ഓൾസോ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം ആൻഡ് പീരീഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് അക്കോർഡിംഗ് ടു ദിസ് കോസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, പ്രൊഡക്റ്റ് കോസ്റ്റ്, പീരീഡ് കോസ്റ്റ് ആൻഡ് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ്. അപ്പോൾ എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്?
These are the costs which are incurred after the event takes place. അതായത് ഒരു ഇവൻ്റ് കഴിഞ്ഞാൽ ഉണ്ടായ ചിലവുകൾ, അതായത് ഒരു ഇവൻ്റ് കഴിഞ്ഞു അതിന് വന്ന ചിലവുകളൊക്കെ അതൊക്കെ പാസ്റ്റിൽ നടന്ന കോസ്റ്റുകളാണ്. അങ്ങനെ ഇവൻ്റ് കഴിഞ്ഞു. അപ്പോൾ അത്തരം കോസ്റ്റുകളാണ് എന്ത്? ഹിസ്റ്റോറിക് കോസ്റ്റ്. ദി ആർ നത്തിങ് ബട്ട് ആക്ച്വൽ കോസ്റ്റ്. അതായത് ഇതൊന്നുമല്ല, ഇത് ആക്ച്വൽ കോസ്റ്റുകളാണ്, വന്ന ചിലവുകൾ. അതായത് ഇവൻ്റ് കഴിഞ്ഞു, അപ്പോൾ അതിന് സംബന്ധമായിട്ട് നടന്ന എല്ലാ ഈവൻറ്റിൻ്റെ ഉള്ളിൽ നടന്ന എല്ലാ ചിലവുകളും. നെക്സ്റ്റ് വൺ ഈസ് പ്രൊഡക്റ്റ് കോസ്റ്റ്. These are the costs which are directly associated with the product. A kind of direct cost തന്നെയാണ്. These are the cost of making the finished product. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വന്ന ചിലവുകൾ. Examples of product cost are direct material, direct labor and factory overheads. അപ്പോൾ ഇതിൽ ചെറിയ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നുണ്ട്. ഫാക്ടറിയിൽ വന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഡയറക്റ്റ് ആയിട്ട് വന്ന ലേബർ ചാർജും ഡയറക്റ്റ് ആയിട്ട് വന്ന മെറ്റീരിയലും ഇതിൽ വരുന്നുണ്ട്, ഈ പ്രൊഡക്റ്റ് കോസ്റ്റിൽ വരുന്നുണ്ട്. Next one is period cost. These are the costs charged as an expense in the product, in profit and loss. These are the costs charged as an expense in the profit and loss account of the period in which they are incurred. അതായത് ഒരു പീരീഡിൽ വന്ന, ഒരു അക്കൗണ്ടിങ് പീരീഡിൽ വന്ന ചിലവുകൾ, അത് P&L കാണിച്ചിരിക്കുന്ന ചിലവുകൾ, അതാണ് പീരിയഡ് കോസ്റ്റ്. ജനറലി എക്സ്പെൻസസ് ഓഫ് ഫിക്സ്ഡ് നേച്ചർ ലൈക്ക് depreciation, rent, salaries, insurance, etc. are treated as period cost. In short, period cost is the cost incurred in the period. അതായത് ഒരു കാലഘട്ടത്തിൽ വന്ന ചിലവുകളാണ് പീരിയഡ് കോസ്റ്റ്. അപ്പോൾ അത് P&L കാണിച്ചിട്ടുണ്ടാവും. ദേ ആർ ബേസിക്കലി ഫിക്സ്ഡ് കോസ്റ്റ്. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ്. ആദ്യമേ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച കോസ്റ്റ്. അതായത് ഇറ്റ് ഈസ് ദ കോസ്റ്റ് വിച്ച് ഈസ് കമ്പ്യൂട്ടഡ് ഇൻ അഡ്വാൻസ്. ആദ്യമേ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ വിലയിരുത്തിയിരിക്കുന്ന ഒരു ചിലവാണ് എന്ത്? പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ്. സോ ഓൺ ദ ബേസിസ് ഓഫ് ടൈം ആൻഡ് പീരീഡ് ദർ ആർ 4 kinds ഓഫ് കോസ്റ്റ്. അപ്പോൾ 4ാമത്തെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് 5ാമത്തെ ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻസ്. മാനേജ്മെൻറ്റ് ഡിസിഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് ആർ ഹിസ്റ്റോറിക്കൽ ഓർ പാസ്റ്റ് കോസ്റ്റ്. അതായത് സങ്ക് കോസ്റ്റ് എന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ പാസ്റ്റ് കോസ്റ്റുകൾ തന്നെയാണ്, അതായത് കഴിഞ്ഞുപോയ ചിലവുകളാണ്. ദീസ് ആർ ദ കോസ്റ്റ് വിച്ച് ഹാവ് ഓൾറെഡി ബീൻ ഇൻകേർഡ് ആസ് എ റിസൾട്ട് ഓഫ് എ ഡിസിഷൻ മെയ്ഡ് ഇൻ ദ പാസ്റ്റ്. Such costs cannot be reversed or revised by a future decision. These are not relevant for decision making. അപ്പോൾ sunk costs are not relevant for decision making. അപ്പോൾ management, if they have decided such a cost is a sunk cost, they have to forgo such cost. അതായത് ആ കോസ്റ്റ് ഒഴിവാക്കി വിടണം. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, അത് ഓൾറെഡി പാസ്റ്റ് ഇവൻറ്റിൽ നടന്നു കഴിഞ്ഞ കോസ്റ്റുകളാണ്. ഇനി the next point is opportunity cost. Opportunity cost is the value of a benefit sacrificed in favor of an alternative course of action. അതായത് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ്സിനെ നമ്മൾ ആദ്യമേ മുൻകൂട്ടി കണ്ടിട്ട് ഓപ്പർച്യൂണിറ്റീസ് സെലക്ട് ചെയ്യുന്നതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ പറയുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ രണ്ടിനും ഏകദേശം സെയിം ഇൻവെസ്റ്റ്മെൻറ്റാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എടുക്കാം. അപ്പോൾ ഇവിടെ കിട്ടാൻ പോകുന്ന വരുമാനം വാർഷികമായിട്ട് 10,000 rupees ആണ് ഇവിടെ നമുക്ക് വരുമാനം കിട്ടാൻ പോകുന്നതെങ്കിൽ ഇവിടെ 20,000 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി, നമുക്ക് നഷ്ടപ്പെടുന്ന ഓപ്പർച്യൂണിറ്റി 20,000 ആണ്. അതേപോലെ ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് 10,000 ആണ്. അപ്പോൾ ഏത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് കൂടുതൽ നോക്കിയിട്ട് നമ്മൾ വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇതിനാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ചാൽ. നെക്സ്റ്റ് വൺ ഡിഫറൻഷ്യൽ കോസ്റ്റ്. അപ്പോൾ 2 ഓൾട്ടർനേറ്റീവ്സിൻ്റെ ടോട്ടൽ കോസ്റ്റിൻ്റെ ഡിഫറൻസ് ആണ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് വെച്ചാൽ. ഡിഫറൻസ് ഇൻ ദ ടോട്ടൽ കോസ്റ്റ് ബിറ്റ്വീൻ 2 ഓൾട്ടർനേറ്റീവ്സ് ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. ഇപ്പോൾ 2 ബിസിനസ് ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ബിസിനസ് പ്രൊപ്പോസിഷൻസ് ഉണ്ട്, അത് 2 ഓൾട്ടർനേറ്റീവ്സിൻ്റെ ടോട്ടൽ കോസ്റ്റിൻ്റെ ഡിഫറൻസ് ആണ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. ഇൻ അതർ വേർഡ്സ് ഓഫ് AAA കമ്മിറ്റി, differential cost is the increase of or decrease in total cost or the changes in the specific elements or the changes in the specific elements of cost that result from any variations in operation.
If a decision result in increase in cost, the differential cost is called incremental cost. If a decision result in decrease in cost, the differential cost is called decremental cost. അതായത് നമ്മൾ രണ്ട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മളൊന്നും എടുത്തു. അപ്പോൾ ഇതാണ് കൂടുതലെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ ഡിക്രിമെൻ്റൽ കോസ്റ്റാണ് വരിക. ഇത് കുറവാണെങ്കിൽ ഇവിടെ ഇൻക്രിമെൻ്റൽ കോസ്റ്റാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡിഫറൻസിൽ ഇത് കുറവാണെങ്കിൽ ഇവിടെ കൂടുതലായിരിക്കും കോസ്റ്റ് വരിക, അപ്പോൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റാണ്. ഇത് കൂടുതലാണെങ്കിൽ ഇവിടെ കുറവായിരിക്കും. നമ്മൾ ഡിഫറൻസ് നോക്കുമ്പോൾ ഇതാണ് കുറവ് വരിക, അതെന്താണ്, ഇത് ഡിക്രിമെൻ്റൽ ആവും. മറ്റേതാണെങ്കിൽ ഇൻക്രിമെൻ്റൽ ആവും. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ 100 കോസ്റ്റ് വരുന്നത്, 100 രൂപയാണ് കോസ്റ്റ് വരുന്നതെങ്കിൽ ഇവിടെ 150 വരുന്നതെങ്കിൽ ഇത് എന്താണ്, ഡിക്രിമെൻ്റലാണ്. കാര്യം കുറവാണ്, മൈനസ് അല്ലേ, 50. ഇനി ഇവിടെ 75 കരുതുക, അതായത് ഇവിടെ ഒരു 75 ആണെന്ന് കരുതുക. അപ്പോൾ ഇൻക്രിമെൻ്റലാണ് വരുന്നത് എന്താണ്, +25 വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ കോസ്റ്റ്. അടുത്തത് ഇംപ്യൂട്ടഡ് കോസ്റ്റാണ്. ഇംപ്യൂട്ടഡ് കോസ്റ്റ്, ദീസ് ആർ ഹൈപ്പോത്തറ്റിക്കൽ ഓർ നോഷണൽ കോസ്റ്റ്. അപ്പോൾ നോഷണൽ കോസ്റ്റാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ്, ഹൈപ്പോത്തറ്റിക്കൽ കോസ്റ്റുകളാണ്. ദീസ് ആർ കമ്പ്യൂട്ടഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ് പർപ്പസസ്. അതായത് ഇത് നടന്നിട്ടില്ല, നമ്മൾ ഇതിന് സാങ്കല്പികമായ ചിലവുകളാണ് ഈ ഇംപ്യൂട്ടഡ് കോസ്റ്റ്. ഹൈപ്പോത്തറ്റിക്കൽ കോസ്റ്റാണ്. നോഷൻസ് വെച്ചാൽ അതാണ്, നമ്മൾ സങ്കല്പത്തിൽ നമ്മൾ ഒരു കോസ്റ്റ് തയ്യാറാക്കി വെക്കുന്നതാണ്, കാരണം നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിനായിട്ട്. ദീസ് കോസ്റ്റ് ആർ നോട്ട് ആക്ച്വലി ഇൻകേർഡ്, അത് ഉണ്ടായ കോസ്റ്റുകളല്ല. ദീസ് ആർ എക്സ്പെൻസസ് വിച്ച് ആൻ ഓൺട്രപ്രണർ പേസ് ടു ഹിംസെൽഫ്. അതായത് ഓൺട്രപ്രണർ അയാൾക്ക് തന്നെ വഹിക്കുന്ന ചിലവുകളാണ് ഈ പറയുന്ന ഇംപ്യൂട്ടഡ് കോസ്റ്റ്. ദീസ് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ദ ബുക്സ്, അത് ബുക്സിൽ റെക്കോർഡ് ചെയ്യില്ല. ഇംപ്യൂട്ടഡ് കോസ്റ്റ് ആർ കൺസിഡേർഡ് വൈൽ മേക്കിംഗ് എ ഡിസിഷൻ. ഫോർ എക്സാമ്പിൾ, ഇംപ്യൂട്ടഡ് കോസ്റ്റ് ആർ റെൻറ്റ് ഓൺ ഓൺഡ് ബിൽഡിംഗ്. അതായത് ഒരു ഓൺട്രപ്രണറിന് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉണ്ട്, ആ റെൻ്റ് അയാൾ എന്ത് ചെയ്യുക, അത് ഇംപ്യൂട്ടഡ് കോസ്റ്റായിട്ട് പരിഗണിച്ചുകൊണ്ട് അയാൾ തന്നെ എടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ്. അപ്പോൾ ഓണർ എടുക്കുന്ന സാലറി, ഓണറിൻ്റെ ക്യാപിറ്റൽ, ഓണർ തന്നെ ഇൻട്രസ്റ്റ് എടുക്കുക. അതേപോലെ എന്താണ്, ലോസ്, അസറ്റിൻ്റെ വാല്യൂ ഇൻഫ്ലേഷൻ വരുമ്പോൾ ലോസ് ആയിട്ട് കണക്കാക്കുക. ഇതൊക്കെ ഇംപ്യൂട്ടഡ് കോസ്റ്റാണ്, നോഷണൽ കോസ്റ്റാണ്. ഓക്കെ, അടുത്തത് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റാണ്. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഇൻവോൾവ് ക്യാഷ് ഔട്ട്ഫ്ലോ ഇമ്മീഡിയറ്റ്ലി or in future. Material cost, labor cost, repair, rent, insurance premium, etc. are examples of out of pocket cost. അതായത് ഇമ്മീഡിയറ്റ്ലിയോ അല്ലെങ്കിൽ എന്താണ് ഫ്യൂച്ചറിലോ ക്യാഷ് ഫ്ലോ വരുന്ന കോസ്റ്റുകളാണ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ അതിൽ ഡിപ്രിസിയേഷനും എമോർട്ടൈസേഷനൊന്നും എന്തിൽ വരില്ല, ഔട്ട് ഓഫ് പോക്കറ്റിൽ വരില്ല. ഓക്കെ, കാര്യം അതിൽ ക്യാഷ് ഫ്ലോ നടക്കുന്നില്ല. കാര്യം അത് നമ്മൾ ചിലവായിട്ട് പരിഗണിച്ച് അവിടെ എഴുതി വെക്കുന്നുള്ളൂ. കാര്യം ചിലവ് നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു അസറ്റ് വാങ്ങിയ ഡിപ്രിസിയേഷൻ വരാമെന്ന് വരുമ്പോൾ ഇത് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് അല്ല വരുന്നത്. എന്താണ്, അത് ചിലവ് നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഒരാൾ റിപ്പയറിന് വന്നാൽ അയാൾക്ക് പൈസ കൊടുക്കണം, ഔട്ട് ഓഫ് പോക്കറ്റാണ്. എന്താണ്, ക്യാഷ് ഫ്ലോ വരും. റെൻറ്റിന് പൈസ കൊടുക്കണം, ഇൻഷുറൻസ് പ്രീമിയത്തിന്, അതേപോലെ മെറ്റീരിയൽ കോസ്റ്റിന് ഒക്കത്തിന് എന്താണ് നമ്മൾ ഭാവിയിലോ അല്ലെങ്കിൽ ഇപ്പോഴോ അതിനുള്ള പൈസ കൊടുത്തേ പറ്റൂ. ഓക്കെ, the next point is shutdown cost. These are the costs which will be incurred even if plant is closed down temporarily due to raw material shortage, labor problems or fall in demand. അതായത് നമ്മുടെ പ്ലാന്റ്, പ്രൊഡക്ഷൻ ഫെസിലിറ്റി നിർത്തിവെച്ചാൽ പോലും വരുന്ന ചില ചിലവുകളുണ്ട്. അത്തരം ചിലവുകളാണ് ഷട്ട് ഡൗൺ കോസ്റ്റ്. എക്സാമ്പിൾസ് ആർ റെൻറ്റ്, അതായത് ഫാക്ടറി നിർത്തിവെച്ച് പക്ഷേ ഫാക്ടറിന് റെൻറ്റ് കൊടുത്തേ പറ്റുള്ളൂ. റേറ്റ്, മറ്റെന്തെങ്കിലും ടാക്സ് റേറ്റ്സ് ഉണ്ടെങ്കിൽ ഡിപ്രിസിയേഷൻ എന്തായാലും വരും. അതേപോലെ മെയിൻ്റനൻസ് വരും. പിന്നെന്താണ്, ഇൻഷുറൻസ് പ്ലാന്റ് വരും. അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് എന്താണ് ഫിക്സ്ഡ് കോസ്റ്റാണ് ഈ ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് വെച്ചാൽ. ഓക്കെ, പിന്നെന്താണ് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ, സാലറി ഓഫ് പെർമനൻറ്റ് സ്റ്റാഫ്, ഇതൊക്കെ എന്താണ് ഷട്ട് ഡൗൺ കോസ്റ്റിൽ പെടുന്ന കാര്യങ്ങളാണ്. കാര്യം സ്ഥാപനം നിർത്തി വെച്ചാലും എന്താണ് ഇത് നമ്മൾ വഹിച്ചേ പറ്റുള്ളൂ. അടുത്തത് മാർജിനൽ കോസ്റ്റ്. ഇറ്റ് ഈസ് ദ അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. അഡീഷണൽ ആയിട്ടൊരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന അഡീഷണൽ കോസ്റ്റ് ആണെന്ത്, മാർജിനൽ കോസ്റ്റ്. അഡീഷണൽ ആയിട്ടൊരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന അഡീഷണൽ കോസ്റ്റാണ് മാർജിനൽ കോസ്റ്റ്. നെക്സ്റ്റ് വൺ കൺവേർഷൻ കോസ്റ്റ് ആണ്. അതായത് റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന ചിലവുകളാണ്. അതായത് ലേബറിൻ്റെ പൈസ, മറ്റ് ഇലക്ട്രിസിറ്റി, ഈ വക കാര്യങ്ങളൊക്കെ ഈ കൺവേർഷൻ കോസ്റ്റിലേക്ക് വരും. മെഷീനറി വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ചിലവുകൾ. ഓക്കെ, അതായത് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, അതായത് ഒരു വുഡിനെ ഇപ്പോൾ എന്താണ് ഒരു ടേബിളാക്കി കൺവേർട്ട് ചെയ്യുക. അതൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റാണ് ടേബിൾ. വുഡ് ഒരു റോ മെറ്റീരിയലാണ്. അപ്പോൾ അതിനൊന്ന് ആശാരിക്കൂലി, മറ്റ് ചിലവുകൾ, അതിന് വേണ്ട ഈ സ്ക്രൂ, ഈ വക കാര്യങ്ങളൊക്കെ എന്തിൽ വരും, ഈ പറഞ്ഞ കൺവേർഷൻ കോസ്റ്റിൽ വരും. ഇനി നെക്സ്റ്റ് പോയിന്റ് ഈസ് റെലവൻറ്റ് കോസ്റ്റ്. അതായത് റെലവൻറ്റ് കോസ്റ്റ് ആ പേര് തന്നെ ഉണ്ട്, റെലവൻ്റ് ആയ കോസ്റ്റുകളാണ്. കോസ്റ്റ് വിച്ച് ഹാവ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ഡിസിഷൻ മേക്കിംഗ് ആർ കോൾഡ് റെലവൻറ്റ് കോസ്റ്റ്. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ സങ്ക് കോസ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് റെലവൻറ്റ് കോസ്റ്റ്.
കാര്യം കഴിഞ്ഞു പോയൊരു ചിലവാണ്. അപ്പോൾ അത് ഡിസിഷൻ മേക്കിങ്ങിന് റെലവൻ്റ് അല്ല. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് റെലവൻ്റ് ആയ കോസ്റ്റുകളാണ് റെലവൻറ്റ് കോസ്റ്റ്. ദീസ് ആർ ഫ്യൂച്ചർ കോസ്റ്റ് ദാറ്റ് വിൽ ചേഞ്ച് ഡ്യൂ ടു മാനേജറിയൽ ഡിസിഷൻ. അതായത് ഭാവിയിൽ വരുന്ന ചിലവുകളാണ്. അത് മാനേജറിയൽ ഡിസിഷൻ അനുസരിച്ച് എന്താണത്, അതിന് മാറ്റങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് നോക്കാം. കോസ്റ്റ് യൂണിറ്റ് ആൻഡ് കോസ്റ്റ് സെൻറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് രണ്ടും അസർട്ടൈൻ ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ ആകെ വരുന്നത് ഈ കോസ്റ്റ് യൂണിറ്റും കോസ്റ്റ് സെൻറ്റേഴ്സും ഇനിയും ബാധിക്കുന്ന ചില ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫാക്ടേഴ്സ് വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ഓർ ഫാക്ടേഴ്സ് വിച്ച് എഫക്റ്റ് കോസ്റ്റ് യൂണിറ്റ് ആൻഡ് കോസ്റ്റ് സെൻറ്റേഴ്സ്. ആൻഡ് ദോസ് ഫാക്ടേഴ്സ് ആർ നേച്ചർ ഓഫ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻ, ഓർഗനൈസേഷൻ ഓഫ് ഫാക്ടറി, condition of cost, availability of information, and management policy. So the first one is nature of manufacturing operation, organization of factory, conditions of cost, availability of information, and management policy. അപ്പോൾ these are the factors which affect cost unit and cost centers. Okay, അപ്പോൾ എന്താണ് cost unit and cost center എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ എന്താണ് കോസ്റ്റ് യൂണിറ്റ് നോക്കാം. Whenever we are dealing with quantities, we use some units to express those quantities. For instance, distance is expressed in meters or kilometers, time in hours or minutes or seconds. Similarly, when we are measuring cost, we need some units or common denomination in terms of which costs are expressed. അതായത് കോസ്റ്റ് കണക്കാക്കുമ്പോൾ we need some common denominations. Okay, അപ്പോൾ അത്തരം ഡിനോമിനേഷൻസ് പേരാണ് കോസ്റ്റ് യൂണിറ്റ്. ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് യു ആർ ടേക്കിംഗ് സം ലിക്വിഡ് ആസ് സ്റ്റോക്ക്, അപ്പോൾ കുറച്ച് ലിക്വിഡ്സ് നമ്മൾ സ്റ്റോക്കായി എടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ ലിറ്റേഴ്സിൽ എന്ത് ചെയ്യുക, അതിന് യൂണിറ്റ് കണക്കാക്കുക. അപ്പോൾ എല്ലാ അത്തരം ലിക്വിഡ്സിനും അല്ലെങ്കിൽ എല്ലാ അത്തരം സ്റ്റോക്കും ആ ഒരു ലിറ്ററിൻ്റെ ഡിനോമിനേഷൻ കൊടുക്കുക. ഓക്കെ, കോസ്റ്റ് യൂണിറ്റ് ഇസ് ദ യൂണിറ്റ് അറ്റ് വിച്ച് കോസ്റ്റ് ഇസ് എക്സ്പ്രസ്ഡ് ആൻഡ് അസർട്ടൈൻ. അപ്പോൾ കോസ്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് കോസ്റ്റ് യൂണിറ്റ്. CIMA London defines cost unit as a unit of quantity of product, service or time, or a combination of these in relation to which cost may be ascertained or expressed. അതായത് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും എടുക്കുന്ന യൂണിറ്റ്സ് ആണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ ഇൻഡസ്ട്രീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിനും കോസ്റ്റ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും പഠിച്ച് വെച്ചേക്കുക. ഇഫ് ഇറ്റ്സ് ആസ്ക്ഡ് അബൌട്ട് കോസ്റ്റ് യൂണിറ്റ്, അതായത് കോസ്റ്റ് യൂണിറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് ഉദാഹരണത്തിൽ എഴുതി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ സിമെൻറ്റിൻ്റെ കോസ്റ്റ് യൂണിറ്റ് പെർ ടണ്ണാണ്. ഒരു ബാഗ് അല്ലെങ്കിൽ പെർ ബാഗ് ആവാം അല്ലെങ്കിൽ പെർ ടൺ ആവാം. ഷുഗർ ആണെങ്കിലും പെർ ടണ്ണാണ് വരിക. ടെലിവിഷൻ അല്ലെങ്കിൽ റേഡിയോ പോലത്തെ ഡിവൈസസ് ആണെങ്കിൽ പെർ സെറ്റാണ് വരിക. അപ്പോൾ ഓരോന്നും ഓരോ സെറ്റാണ്. ഇപ്പോൾ ഒരു ടെലിവിഷൻ യൂണിറ്റ് ആണ് ഒരു സെറ്റ്, ഒരു TV ഒരു സെറ്റ് എന്ന് തന്നെ പറയാം. റേഡിയോ അതേപോലെ തന്നെ. പെയിൻറ്റ് അത് പെർ ലിറ്റർ അല്ലെങ്കിൽ ഗാലൻ ആവാം. കെമിക്കൽസ് പെർ ലിറ്റർ ആവാം, ഗാലൻ ആവാം, കിലോ ആവാം അല്ലെങ്കിൽ ടൺ ആവാം. ഓട്ടോമൊബൈൽസ് നമ്പേഴ്സ് ആണ്. ഒരു കാറാണെങ്കിൽ ഒരു കാറ്, 2 കാറ്, നമ്പേഴ്സിലാണ് അതിൻ്റെ കോസ്റ്റ് യൂണിറ്റ് വരുന്നത്. മൈൻസ് ഒക്കെ ആണെങ്കിൽ പെർ ടണ്ണാണ് വരുന്നത്. ടിമ്പർ ആണെങ്കിൽ, അതായത് നമ്മുടെ മരങ്ങളൊക്കെ ആണെങ്കിൽ പെർ ക്യൂബിക് ഫൂട്ടാണ് വരിക. ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ പെർ മീറ്റർ അല്ലെങ്കിൽ യാർഡാണ് വരിക. ഇലക്ട്രിസിറ്റി ആണെങ്കിൽ കിലോ വാട്ട് പെർ ഹവറാണ് വരിക. ട്രാൻസ്പോർട്ട് ആണെങ്കിൽ പെർ പാസഞ്ചർ പെർ കിലോമീറ്റർ ഓർ പെർ ടൺ കിലോമീറ്റർ. ഇപ്പോൾ ഗുഡ്സിൻ്റെ കേസിലാണ് പെർ ടൺ കിലോമീറ്റർ വരിക. പാസഞ്ചർ ആകുമ്പോൾ ഒരു പാസഞ്ചറും ഒരു കിലോമീറ്റർ എത്ര എന്നുള്ളതാണ് അതിൻ്റെ കോസ്റ്റ് യൂണിറ്റ്. യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പെർ സ്റ്റുഡൻറ്റ് പെർ മന്ത് ആണ്. ഇനി ഹോട്ടൽസ് ആണെങ്കിൽ പെർ കപ്പ് അല്ലെങ്കിൽ പെർ മീലാണ്. ഇനി ഹോസ്പിറ്റൽ ആണെങ്കിൽ പെർ പേഷ്യൻറ്റ് പെർ ഡേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഓരോ ഇൻഡസ്ട്രീസിൻ്റെയും കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോമൺ യൂണിറ്റ് വെച്ചിട്ടാണ് മൊത്തത്തിലുള്ള കോസ്റ്റ് ഈടാക്കുന്നത്. ശ്രദ്ധിക്കാം, കോസ്റ്റ് യൂണിറ്റിന് കൂടെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ടൈപ്സ് ഓഫ് കോസ്റ്റ് യൂണിറ്റ്. അല്ലെങ്കിൽ അത് വലിയ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടൈപ്സും കൂടി എഴുതി വെക്കാൻ ശ്രമിക്കുക. കോസ്റ്റ് യൂണിറ്റ് ആർ ഓഫ് 2 ടൈപ്സ്. 2 തരം കോസ്റ്റ് യൂണിറ്റ് ഉള്ളത്. ഒന്ന് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ്, ഒന്ന് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ്. എന്താണ് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ്? സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് മെഷേഴ്സ് വൺ ക്യാരക്ടറിസ്റ്റിക് സച്ച് ആസ് ലെങ്ത് ഓർ വോളിയം ഓർ വെയിറ്റ്. ഇപ്പോൾ ലെങ്ത് മാത്രം കണക്കാക്കണം, മീറ്റർ മാത്രം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ്. എന്താണ് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ്? കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ്. അതായത് 2 യൂണിറ്റിനും കൂടി ഒരു കോമ്പിനേഷൻ. പേഷ്യൻറ്റ് പെർ ഡേ, അവിടെ നമ്പറും വരുന്നുണ്ട്. പിന്നെന്താണ് അതിൻ്റെ കൂട്ടത്തിൽ മറ്റ് ഒരു യൂണിറ്റും കൂടി അവിടെ വരുന്നുണ്ട്. ഒരു ദിവസത്തിൽ വരുന്നത് ഫ്രീക്വൻസി വരുന്നുണ്ട്. പിന്നെ ടൺ പെർ കിലോമീറ്റർ, ഓരോ കിലോമീറ്റർ ഒരു യൂണിറ്റാണ്. അതേപോലെ വെയിറ്റും ഒരു ടണ്ണും ഒരു യൂണിറ്റാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും കൂടി ഇത് ഡേ എന്ന് വരുമ്പോൾ ഈ ഡേ എന്ന് വെച്ചാൽ ദിവസങ്ങൾ, ടൈം സൂചിപ്പിക്കുന്ന ഒരു യൂണിറ്റും കൂടിയാണ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പേഷ്യൻ്റ് എന്ന് വെച്ചാൽ നമ്പറാണ്.
പിന്നെ പാസഞ്ചർ പെർ കിലോമീറ്റർ. അപ്പോൾ പാസഞ്ചർ നമ്പറാണ്. ഒരു പാസഞ്ചർ 2 പാസഞ്ചർ എന്ന് പറയുമ്പോൾ നമ്പറിൻ്റെ യൂണിറ്റാണ് വരുന്നത്. കിലോമീറ്റർ എന്നാണ് അത് ലെങ്ത്ത് സൂചിപ്പിക്കാനാണ്. ഓക്കെ, അപ്പോൾ കോമ്പോസിറ്റിൽ 2 സിമ്പിൾ യൂണിറ്റ് കൂടിയ കോമ്പോസിറ്റായി. വെറും ഒരു സിമ്പിൾ യൂണിറ്റ് മാത്രമാണെങ്കിൽ അതിനെന്താണ് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി കോസ്റ്റ് സെൻറ്റേഴ്സ് ആണ്. കോസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞിട്ട് അടുത്തത് കോസ്റ്റ് സെൻറ്റേഴ്സ് ആണ്. ഫോർ the costing of products or services, an organization should be divided into departments or branches or sections. Each department or branch or section is known as cost center. അതായത് ഈ ഒരു കോസ്റ്റ് കണക്കാക്കാൻ, പ്രൊഡക്റ്റിൻ്റെ സർവീസിൻ്റെ കോസ്റ്റ് കണക്കാക്കുമ്പോൾ ഓർഗനൈസേഷൻ വിൽ ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ ബ്രാഞ്ചസ്. അങ്ങനെ ഓരോ ബ്രാഞ്ചാക്കിയിട്ടും ഡിപ്പാർട്ട്മെൻറ്റുകളാക്കിയിട്ടും സബ് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഓരോ സബ് ഡിവിഷൻ്റെയും പേരാണ് കോസ്റ്റ് സെൻറ്റേഴ്സ്. ഓക്കെ, ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ബ്രാഞ്ച് ഓർ സെക്ഷൻ ഇസ് നോൺ ആസ് കോസ്റ്റ് സെൻറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് വരെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ദസ് എ കോസ്റ്റ് സെൻറ്റർ ഇസ് എ യൂണിറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് എ മാനേജർ ഇസ് റെസ്പോൺസിബിൾ ഫോർ കോസ്റ്റ് അണ്ടർ ഹിസ് കൺട്രോൾ. അതായത് ഒരു മാനേജർക്ക് അയാളുടെ കോസ്റ്റ് അല്ലെങ്കിൽ അയാൾ എവിടെയാണോ കോസ്റ്റ് കുറയ്ക്കേണ്ടത് ആ ഒരു യൂണിറ്റിൻ്റെ പേരാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് വെച്ചാൽ. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 4 ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ ഇവിടെ ഒരു മാനേജർ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ചിലവ് എങ്ങനെ ചുരുക്കുക എന്നുള്ളതാണ് ഇയാൾ നോക്കേണ്ടത്. അപ്പോൾ ഇയാളുടെ കോസ്റ്റ് സെൻറ്റർ എന്താണ്, ഈ ഒരു യൂണിറ്റാണ് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനാണ്. ഓക്കെ, ഇനി ഇതിനൊരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് സെൻറ്റർ. അപ്പോൾ അതിൽ CIMA ലണ്ടനാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെഫിനിഷൻസ് ഒക്കെ സിമ്പിളാണ്, കാര്യം അതിൻ്റെയൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അധികം CIMA തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് എ കോസ്റ്റ് സെൻറ്റർ ആസ് എ ലൊക്കേഷൻ, പേഴ്സൺ ഓർ ഐറ്റം of equipment or group of these for which cost may be ascertained and used for the purpose of cost control. അത് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനും പിന്നെ അത് കോസ്റ്റ് നിയന്ത്രിക്കാനും വേണ്ടിയിട്ട് തരംതിരിച്ചിരിക്കുന്ന ലൊക്കേഷൻസോ പേഴ്സണോ എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു സെക്ഷൻസിൻ്റെ പേരാണ് കോസ്റ്റ് സെൻറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക ഡെഫിനിഷനായിട്ട്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് സെൻറ്റേഴ്സ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ദ മെയിൻ കൈൻഡ്സ് ഓഫ് കോസ്റ്റ് സെൻറ്റേഴ്സ് ആർ ഗിവൺ ബിലോ. അപ്പോൾ കോസ്റ്റ് സെൻറ്റേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഓപ്പറേഷൻ കോസ്റ്റ് സെൻറ്റേഴ്സ് ആണ്. ഓപ്പറേഷൻ കോസ്റ്റ് സെൻറ്റേഴ്സ് കൺസിസ്റ്റ് ഓഫ് ദോസ് മെഷീൻസ് ആൻഡ് ഓർ പേഴ്സൺസ് ക്യാരിങ് ഔട്ട് സിമിലർ ഓപ്പറേഷൻസ്. അതായത് ഇപ്പോൾ മരം മുറിക്കുന്ന യന്ത്രം ഒരു ടിമ്പർ മില്ല് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഒരു കോസ്റ്റ് സെൻറ്ററായിട്ട് കണക്കാക്കാം. അപ്പോൾ അത് സിമിലറായിട്ട് ചെയ്യുന്ന ഒരുപാട് മെഷീനറീസ് ഉണ്ടെങ്കിൽ അതിന് ഒരു കോസ്റ്റ് സെൻറ്ററാക്കി, ഓപ്പറേഷൻ കോസ്റ്റ് സെൻറ്ററാക്കി കണക്കാക്കാം. അല്ലെങ്കിൽ അതിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ, ലേബേഴ്സിനെയും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, the second point is process cost center. A process cost center is a cost center in which specific process or a continuous process of operation is carried out. ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ കണ്ടിന്യൂസ് പ്രോസസ്സ് carried out ചെയ്യുന്ന കോസ്റ്റ് സെൻറ്റേഴ്സ് ആണ് ഈ പ്രോസസ് കോസ്റ്റ് സെൻറ്റേഴ്സ്. ഓക്കെ, അതായത് ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ ആദ്യത്തെ പ്രോസസ്സിന് ഒരു സെൻറ്ററാണ്, സെക്കൻഡ് ഒരു സെൻറ്ററാണ്, തേർഡ് ഒരു സെൻറ്റർ ആയിരിക്കും, ഫോർത്ത് ഒരു സെൻറ്റർ ആയിരിക്കും. അങ്ങനെ ഓരോ പ്രോസസ്സിന് എന്ത് ചെയ്യുക, ഓരോ സെൻറ്ററാക്കി പ്രോസസ് കോസ്റ്റ് സെൻറ്ററാക്കി മാറ്റാം. The third point is production cost centers. A production cost center is one which engaged on regular production. Regular production ചെയ്യുന്ന ഒരു കോസ്റ്റ് സെൻറ്റർ ആണ് എന്ത്, പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ. നെക്സ്റ്റ് വൺ ഈസ് സർവീസ് കോസ്റ്റ് സെൻറ്റർ. എ സർവീസ് കോസ്റ്റ് സെൻറ്റർ ഈസ് വൺ വിച്ച് ഇസ് എൻഗേജ്ഡ് ഇൻ റെൻഡറിങ് സർവീസസ് ടു പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റേഴ്സ്. പ്രൊഡക്ഷൻ, അതായത് ഒരു സ്ഥാപനമുണ്ട്, അതിന് ഒരു സർവീസ് സെക്ഷനും ഉണ്ട്, ഒരു പ്രൊഡക്ഷൻ സെക്ഷനും ഉണ്ട്. അതായത് ഈ പ്രൊഡക്ഷൻ വിറ്റ് കഴിഞ്ഞാൽ അതുകൂടാതെ തന്നെ ഈ പ്രൊഡക്ഷനിലേക്ക് ആവശ്യമുള്ള സർവീസുകളും ഇവിടെ നിന്ന് ചെയ്യും. ഇനി വിറ്റ സാധനങ്ങൾക്കുള്ള സർവീസും ഇവിടെ ചെയ്യുന്ന വെക്കുക. അപ്പോൾ ഇതിനെ ഒരു കോസ്റ്റ് സെൻറ്ററായിട്ടും ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു കോസ്റ്റ് സെൻറ്ററായിട്ടും പരിഗണിക്കുക എന്നുള്ളതാണ്. ആ പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ ആൻഡ് സർവീസ് കോസ്റ്റ് സെൻറ്റർ. ഓക്കെ, എ സർവീസ് കോസ്റ്റ് സെൻറ്റർ ഈസ് വൺ വിച്ച് ഇസ് എൻഗേജ് ഇൻ റെൻഡറിങ് സർവീസസ് ടു പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റേഴ്സ്. ദ ഫിഫ്ത്ത് പോയിന്റ് ഈസ് പേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ. പേഴ്സണൽ കോസ്റ്റ് സെൻറ്റേഴ്സ് കൺസിസ്റ്റ് ഓഫ് എ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. ഫോർ എക്സാമ്പിൾ ഡിപ്പാർട്ട്മെൻറ്റൽ ഫോർമാൻ. അപ്പോൾ അവരൊരു സെൻറ്റർ, ഒരു വ്യക്തിയാവാം, ഒന്നിൽ കൂടുതൽ വ്യക്തികളാവാം, സെയിൽസ്മാൻ, സൂപ്പർവൈസേഴ്സ്, പിന്നെ ഇതാണ് ഫാക്ടറി മാനേജേഴ്സ്, ഇവരൊക്കെ. ഓക്കെ, അതേപോലെ ടെലികോളേഴ്സ്, ഇവരൊക്കെ എന്താണ് പേഴ്സണൽ കോൾ സെൻറ്റേഴ്സാണ്. ഇനി ഇംപേഴ്സണൽ, ആറാമത്തെ പോയിൻ്റാണ് ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ. ആൻഡ് ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ കൺസിസ്റ്റ് ഓഫ് എ ലൊക്കേഷൻ ഓർ ഐറ്റം ഓഫ് എക്യുപ്മെൻറ്റ് ഓർ എ ഗ്രൂപ്പ് ഓഫ് ദീസ്. അതായത് ഇംപേഴ്സണലായ കാര്യങ്ങൾ, ലൊക്കേഷൻ ആവാം, ഐറ്റംസ് ആവാം, എക്യുപ്മെൻറ്റ്സ് ആവാം, ഇവരുടെ ഗ്രൂപ്പ് ആവാം. ഓക്കെ, അതാണ് ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ. ഇനി ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് സൈഡിങ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് യൂണിറ്റ് ആൻഡ് കോസ്റ്റ് സെൻറ്റേഴ്സ്. അപ്പോൾ ഡിഫറൻസസ് എപ്പോഴും വന്നാൽ ശ്രദ്ധിക്കുക. ഇതിൽ എന്തെങ്കിലും ഒരു ചോദ്യം ഡിഫറൻസസ്
എന്താണ് ഏതെങ്കിലും രണ്ട് ടോപ്പിക്ക് നമ്മൾ ഡിഫറൻസ് എന്തായാലും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഒരുപാട് ഡിഫറൻസസ് ഉള്ള പല ടോപ്പിക്സ് അതിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് കോസ്റ്റ് സെൻറ്ററും കോസ്റ്റ് യൂണിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ എന്താണ് കോസ്റ്റ് സെൻറ്ററും കോസ്റ്റ് യൂണിറ്റും തമ്മിലുള്ള ഡിഫറൻസസ്? അതിൽ ഫസ്റ്റ് പോയിന്റ്, കോസ്റ്റ് സെൻറ്റർ ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഫോർ വിച്ച് കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ്. അപ്പോൾ കോസ്റ്റ് സെൻറ്റർ ഒരു സെഗ്മെൻ്റ് ആണ് ഒരു ഓർഗനൈസേഷൻ്റെ. അപ്പോൾ അതിലാണ് കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. കോസ്റ്റ് യൂണിറ്റ് എന്താണ്? എ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ആണെങ്കിൽ ഇറ്റ് ഇസ് എ സെഗ്മെൻറ്റ് ഓഫ് എന്താണ് കോസ്റ്റ് വെയർ കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ്. ഇനി സെക്കൻഡ് പോയിന്റ്, ദ കോൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് സെൻറ്റർ ഈസ് യൂസ്ഡ് ഫോർ അക്യുമുലേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് കോസ്റ്റ്. അപ്പോൾ ഈ കോസ്റ്റിൻ്റെ കോൺസെപ്റ്റ് എവിടെയാണ് വരുന്നത്? ഈ അക്യുമുലേഷനും എന്താണ് കോസ്റ്റിൻ്റെ കൺട്രോളിനുമാണ് വരുന്നത്. ഇനി കോസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞത് ദ കോൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് യൂണിറ്റ് ഈസ് യൂസ്ഡ് ടു അസർടെയിൻ കോസ്റ്റ്. ഇവിടെ കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യപ്പെടുകയും അതെന്താണ് കൺട്രോൾ ചെയ്യാനാണ് കോസ്റ്റ് സെൻറ്റേഴ്സ് വെക്കുന്നത്. കോസ്റ്റ് യൂണിറ്റ് എന്താണ് കോസ്റ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, അസർടെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി കോസ്റ്റ് സെൻറ്ററിൽ പറഞ്ഞത് നെക്സ്റ്റ് വൺ, ഡിഫറെൻറ്റ് കോസ്റ്റ് സെൻറ്റേഴ്സ് മേ ബി ഇൻവോൾവ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷന് ദർ വിൽ ബി ഡിഫറെൻറ്റ് കോസ്റ്റ് സെൻറ്റേഴ്സ്, വൈൽ ഇൻ കോസ്റ്റ് യൂണിറ്റ് പ്രൊഡക്റ്റ് വിൽ ഹാവ് ഓൺലി വൺ കോസ്റ്റ് യൂണിറ്റ്. പ്രൊഡക്റ്റിന് ഒരു യൂണിറ്റ് ഉണ്ടാവുള്ളൂ. ഇവിടെ ഡിഫറെൻറ്റ് കോസ്റ്റ് സെൻറ്റേഴ്സ് വിൽ ബി ഇൻവോൾവ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ്. നാലാമത്തെ പോയിന്റ്, കോസ്റ്റ് സെൻറ്റേഴ്സ് ആർ ക്രിയേറ്റഡ് ഫോർ അസിസ്റ്റിംഗ് ദ മാനേജ്മെൻറ്റ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ബഡ്ജറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. അപ്പോൾ ബഡ്ജറ്റിങ്ങിനും കൺട്രോളിങ്ങിനും പ്രധാനമായിട്ട് സഹായിക്കുന്നതാണ് കോസ്റ്റ് സെൻറ്റേഴ്സ്. കോസ്റ്റ് യൂണിറ്റ്സ് ആർ ഡിറ്റർമിൻ നോട്ട് ഫോർ ബഡ്ജറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അപ്പോൾ ഇത് വെറും അസർടെയിൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ്, കണ്ടെത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രമാണ് കോസ്റ്റ് യൂണിറ്റ് ഉള്ളത്. അതിന് ബഡ്ജറ്റിങ്ങിനും അല്ലെങ്കിൽ കൺട്രോളിങ്ങിനും വേണ്ടിയിട്ടൊന്നുമല്ല, നോട്ട് ഫോർ ആണ്. ഇവിടെ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും കോസ്റ്റ് സെൻറ്റേഴ്സ് ഉള്ളത്. ദ ഫിഫ്ത്ത് പോയിന്റ് ഈസ് formulation of cost centers depends upon the nature and techniques of production process, size of the organization and structure of the organization. അതായത് പ്രൊഡക്ഷൻ പ്രോസസ്, ഓർഗനൈസേഷൻ്റെ സൈസ്, ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ് കോസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ടാകുന്നത്. വൈൽ കോസ്റ്റ് യൂണിറ്റ് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് യൂണിറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഫൈനൽ പ്രൊഡക്റ്റ്. ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കോസ്റ്റ് യൂണിറ്റ് ഉണ്ടാകുന്നത്. ആൻഡ് ദ പ്രിവെയിലിംഗ് ട്രേഡ് പ്രാക്ടീസസ്, നിലവിലുള്ള ട്രേഡ് പ്രാക്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് കോസ്റ്റ് യൂണിറ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു 5 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. കോസ്റ്റ് യൂണിറ്റും കോസ്റ്റ് സെൻറ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഏത് ചോദിക്കുന്ന അറിയില്ല. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കുറേ കണ്ടതാണ്. സെക്കൻഡ് ചാപ്റ്ററിലുള്ള ഡിഫറൻസസ് നന്നായിട്ടൊന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ കോസ്റ്റിൽ ചില ഘടകങ്ങളുണ്ട്. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആർ ബ്രോഡ് ഹെഡ്സ് ഓഫ് കോസ്റ്റ് ഇൻവോൾവ് ഇൻ എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. അതായത് കോസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ബ്രോഡ് ഹെഡ്സ് ആണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ഇതെല്ലാം കൂടി അടങ്ങിയതാണ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ചില ബ്രോഡ് ക്ലാസിഫിക്കേഷനാണ് ഈ പറയുന്ന പോലെ ഈ 3 തരം കോസ്റ്റുകൾ. ബ്രോഡ് ഹെഡ്സ് ആണ്, ഇതിനുള്ളിൽ വരുന്നതാണ്. ദർ ആർ 3 എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഘടകങ്ങളാണ്, എലമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ മെറ്റീരിയൽ വരുന്നുണ്ട്, ലേബർ വരുന്നുണ്ട്, എക്സ്പെൻസ് വരുന്നുണ്ട്. ദ അനാലിസിസ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ഇൻ ടു മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസ് ഈസ് കോൾഡ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. അപ്പോൾ എന്താണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത് ദ അനാലിസിസ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ഇൻ ടു മെറ്റീരിയൽസ്, ലേബർ ആൻഡ് എക്സ്പെൻസ്. ദ ഫോളോയിങ് ചാർട്ട് ഷോസ് ദ വേരിയസ് എലമെൻറ്റ്സ്. അപ്പോൾ കോസ്റ്റ് ആണെങ്കിൽ ദ ആർ കോസ്റ്റിൻ്റെ എന്താണ് ഘടകങ്ങളായിട്ട് തരം തിരിച്ചിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റിനെ ഇഴകീറി കഴിഞ്ഞാൽ വരുന്നതാണ് ഒന്ന് മെറ്റീരിയൽ, ഒന്ന് ലേബർ, ഒന്ന് എക്സ്പെൻസ്. അപ്പോൾ മെറ്റീരിയൽ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ വരുന്നുണ്ട്, ഇൻഡയറക്റ്റ് വരുന്നുണ്ട്. ലേബറിലും ഡയറക്റ്റ് വരുന്നുണ്ട്, ഇൻഡയറക്റ്റ് വരുന്നുണ്ട്. ഇനി എക്സ്പെൻസിലും ഡയറക്റ്റ് വരുന്നുണ്ട്, ഇൻഡയറക്റ്റ് വരുന്നുണ്ട്. ഈ ഇൻഡയറക്റ്റ് വരുന്ന നേരത്ത് ഇതിനെ അറിയപ്പെടുന്നതാണ് ഫാക്ടറി ഓവർ ഹെഡ്, ഇൻഡയറക്റ്റ് ലേബർ, ഓഫീസ് ഓവർ ഹെഡ്, അതേപോലെ സെല്ലിംഗ് ഓവർ ഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളുടെ മറ്റ് ഘടകങ്ങളാണ് ഈ ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൻ്റെ ചാർട്ട്. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ആൻസർ എഴുതുന്നതിന് കൂടി തന്നെ, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ആൻസർ ഇതാണ് എഴുതേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഇമേജും കൂടി അല്ലെങ്കിൽ ഗ്രാഫും കൂടി ഒന്ന് വരച്ച് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് മെറ്റീരിയൽസ് എന്താണെന്ന് നോക്കാം. ദ മാറ്റർ ഓഫ് സബ്സ്റ്റൻസ് ഫ്രം വിച്ച് പ്രൊഡക്റ്റ് ഇസ് മെയ്ഡ് ഇസ് കോൾഡ് മെറ്റീരിയൽ.
ഇറ്റ് മേ ബി റോ ഓർ പ്രോസസ്ഡ് ഫോം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ അസംസ്കൃത വസ്തുക്കൾ റോ മെറ്റീരിയൽസ് ആണ് മെയിനായിട്ട് മെറ്റീരിയൽസ് ആയിട്ട് പരിഗണിക്കുന്നത്. ദേ മേ ബി പ്രോസസ്ഡ് ഓർ മേ ബി റോ. ഓക്കെ, മെറ്റീരിയൽസ് ഈസ് ഓഫ് 2 ടൈപ്സ്. ദർ ഇസ് ഡയറക്റ്റ് മെറ്റീരിയൽസ് ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. 2 തരം മെറ്റീരിയൽസ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ആ പ്രൊഡക്റ്റിൽ കാണുന്ന മെറ്റീരിയലാണ്, മറ്റേതെന്താണ് ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്. അത് വിസിബിളായിട്ട് ആ പ്രൊഡക്റ്റിൽ കാണില്ല. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽസ് ആർ ദോസ് മെറ്റീരിയൽസ് വിച്ച് ആർ കൺവീനിയൻ്റ്ലി ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ആൻഡ് അലോക്കേറ്റഡ് ടു എ പെർട്ടിക്കുലർ ജോബ്, പ്രോഡക്റ്റ് ഓർ പ്രോസസ്സ്. അതായത് ഒരു ജോബിലേക്കോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിലേക്കോ പ്രോസസ്സിലേക്കോ ഡയറക്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മെറ്റീരിയൽസ് ആണ് ഡയറക്റ്റ് മെറ്റീരിയൽസ്. ഇൻ അതർ വേർഡ്സ്, മെറ്റീരിയൽസ് ദാറ്റ് ബിക്കം പാർട്ട് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആർ കോൾഡ് ഡയറക്റ്റ് മെറ്റീരിയൽസ്. എക്സാമ്പിൾ, കോട്ടൺ ഇൻ ടെക്സ്റ്റൈൽസ്. തുണിത്തരങ്ങളിൽ കാണുന്ന കോട്ടൺ അതെന്താണ്, അത് ഡയറക്റ്റായിട്ട് ആ തുണിയിൽ കാണാം നമുക്ക് ആ കോട്ടൺ. ഓക്കെ, ആ കോട്ടൻ്റെ നൂലുകൾ കാണാം, അതെന്താണ് ഡയറക്റ്റ് മെറ്റീരിയലാണ്. ഇപ്പോൾ ബ്രിക്സിൽ കാണുന്ന കളിമണ്ണ്, ഷൂവിൽ കാണുന്ന ലെതർ, ഇതൊക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. ഒരു മെഷീനിൽ കാണുന്ന സ്റ്റീൽ, പിന്നെ എന്താണ് ഒരു ഗാർമെൻറ്റിൽ കാണുന്ന തുണി, പിന്നെ ഒരു ഫർണിച്ചറിൽ കാണുന്ന മരം ടിമ്പർ, പിന്നെ ജ്വല്ലറിയിൽ കാണുന്ന ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ, ഇതൊക്കെ ആ പ്രൊഡക്റ്റിൽ ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽസ്. ഇനി അടുത്തത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്താണെന്ന് നോക്കാം. ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ആർ ദോസ് മെറ്റീരിയൽസ് വിച്ച് കനോട്ട് കൺവീനിയൻ്റ്ലി ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്, ജോബ് ഓർ പ്രോസസ്സ്. അതായത് ഒരു പ്രൊഡക്റ്റിലോ ജോബിലോ പ്രോസസ്സിലോ കൃത്യമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസ് ആണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. Therefore, they cannot be allocated to a job or process or a product. Generally, these do not form a part of finished product. അപ്പോൾ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൽ അത് കാണാൻ സാധിക്കില്ല. എക്സാമ്പിൾസ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽസ് ആർ ഓയിൽ. അതായത് നമ്മളൊരു മെഷീനറി വർക്ക് ചെയ്യിപ്പിക്കാൻ ഓയിൽ ഇടുന്നു. ഓക്കെ, അപ്പോൾ ആ മെഷീനറിയിലേക്ക് ഇട്ട ഓയിൽ അപ്പോൾ ആ മെഷീൻ മുഖാന്തരം ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റിൽ വരില്ല. ഓക്കെ, അതേപോലെ ഗ്രീസ്, ലൂബ്രിക്കൻസ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, ക്ലീനിങ് മെറ്റീരിയൽസ്, കോട്ടൺ വേസ്റ്റ്, കോൾ, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി മെറ്റീരിയൽസ്, ഇതൊന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ പ്രൊഡക്റ്റിലേക്കോ സർവീസിലേക്കോ ജോബിലേക്കോ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. സോ ദീസ് ആർ മെറ്റീരിയൽസിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് കഴിഞ്ഞു. ഇനി അടുത്തത് ലേബറാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ലേബറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫോർ ദ കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ് ഹ്യൂമൻ എഫേർട്ട് ഈസ് റിക്വയർഡ്. സച്ച് ഹ്യൂമൻ എഫേർട്ട് ഈസ് കോൾഡ് ലേബർ. അതായത് ഒരു അസംസ്കൃത വസ്തുവിനെ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി ഒരു പ്രൊഡക്റ്റാക്കി മാറ്റണമെങ്കിൽ അതിന് ഹ്യൂമൻ എഫേർട്ടിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അത്തരം ഹ്യൂമൻ എഫേർട്സിൻ്റെ പേരാണ് ലേബർ. അല്ലേ, നമുക്കിപ്പോൾ ഈ ഇഷ്ടികകളെ ഒരു ബിൽഡിംഗ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു ഹ്യൂമൻ എഫേർട്ട് വേണം. ആ ഹ്യൂമൻ എഫേർട്ടിൻ്റെ പേരാണ് എന്ത്? ലേബർ എന്ന് വെച്ചാൽ. റെമ്യൂണറേഷൻ ഓൺ ലേബർ ഇസ് കോൾഡ് വേജ്. അതായത് ലേബറിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ആണ് വേജസ്, കൂലി എന്ന് പറയുന്നത്. ഓക്കെ, ലേബർ ഇസ് ഫർദർ ഡിവൈഡ് ഇൻ ടു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. അപ്പോൾ ലേബറും എന്താണ് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നമുക്ക് കാണാൻ സാധിക്കും. So what is a direct labor? Direct labor is the labor which can conveniently be identified with a particular product, job or process. ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്കോ ജോബിലേക്കോ പ്രോസസ്സിലേക്കോ കൺവീനിയൻ്റ്ലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ലേബറാണ് ഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബർ ഇസ് ഡയറക്ട്ലി എൻഗേജ്ഡ് ഓൺ പ്രൊഡക്ഷൻ. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ വേജസ് paid to workers directly engaged in converting raw materials into finished products. ഇനി അടുത്തത് indirect labor. Okay, it is the labor which is not directly engaged or engaged on production. It cannot conveniently be identified with a particular product, job or process. Hence, it cannot be directly charged to production. Indirect labor includes the wages paid to cleaners, inspectors, foremen, storekeepers, supervisors, peon, watchmen, salesmen, directors. Indirect labor cost form a part of manufacturing overhead. അതായത് ഇപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് ഇവിടെ ആശാരിമാരിരുന്നിട്ട് ഫർണിച്ചർ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ആശാരിമാർ ചെയ്യുന്ന ലേബർ അവിടെ എന്താണ്? ഡയറക്റ്റ് ലേബറാണ്. ഇറ്റ് ഈസ് ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ടു ദ പ്രൊഡക്റ്റ് വിച്ച് ഇസ് ഫർണിച്ചർ. പക്ഷെ അവിടെ ഒരു സൂപ്പർവൈസർ ഉണ്ടോ അല്ലെങ്കിൽ അവിടെ ഒരു വാച്ച്മാൻ ഉണ്ടോ? അപ്പോൾ അവരൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് അവർ ചെയ്യുന്ന ലേബർ എന്താണ്? ഡയറക്റ്റ്ലി ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് വരുന്നില്ല. ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് ലേബർ. ഓക്കെ, അപ്പോൾ അതാണ് ലേബറിൽ വരുന്നത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഇനി ലാസ്റ്റ് വണ്ണാണ് എക്സ്പെൻസ്. ഓൾ കോസ്റ്റ് അതർ ദാൻ മെറ്റീരിയൽ ആൻഡ് ലേബർ ആർ ടേംഡ് ആസ് എക്സ്പെൻസ്. അതായത് മെറ്റീരിയലും ലേബറും അല്ലാത്ത മറ്റ് ചിലവുകളാണ് എക്സ്പെൻസ്. എക്സ്പെൻസ് ആർ ഓഫ് 2 ടൈപ്സ് വിച്ച് ഇസ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. അപ്പോൾ എക്സ്പെൻസ് 2 തരമുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് എക്സ്പെൻസ് ആർ ദോസ് എക്സ്പെൻസ് വിച്ച് ആർ നെയ്തർ ഡയറക്റ്റ് മെറ്റീരിയൽസ് നോർ ഡയറക്റ്റ് ലേബർ ബട്ട് ആർ ഡയറക്ട്ലി ചാർജ് ടു പ്രൊഡക്റ്റ് ഓർ ജോബ് ഓർ പ്രോസസ്. അതായത് ഡയറക്റ്റ് മെറ്റീരിയലും അല്ല ഡയറക്റ്റ് ലേബറും അല്ല, പക്ഷേ ഒരു പ്രൊഡക്റ്റുമായിട്ട് ഡയറക്റ്റ്ലി
ബന്ധപ്പെട്ട് കിടക്കുന്ന ചിലവുകളാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ. ഡയറക്റ്റ് എക്സ്പെൻസ് ആർ കോൾഡ് ചാർജബിൾ എക്സ്പെൻസ് ഓർ പ്രൈം കോസ്റ്റ് എക്സ്പെൻസ് ഓർ പ്രൊഡക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ചാർജബിൾ എക്സ്പെൻസ്, പ്രൈം കോസ്റ്റ് എക്സ്പെൻസ് ഓർ പ്രൊഡക്റ്റ് എക്സ്പെൻസ് ഇതൊക്കെയാണ് എന്ത് ഡയറക്റ്റ് എക്സ്പെൻസ്. എക്സാമ്പിൾസ് ഓഫ് ഡയറക്റ്റ് എക്സ്പെൻസ് ആർ കോസ്റ്റ് ഓഫ് സ്പെഷ്യൽ ഡ്രോയിങ്, ഡിസൈൻ, പാറ്റേൺ, മോഡൽസ് എക്സെട്ര. അതായത് നമുക്കൊരു ഫർണിച്ചർ ഉണ്ടാക്കാൻ ഒരു സ്പെഷ്യൽ റെഫറൻസ് വേണം, അതിനൊരാൾ വരച്ച് തന്നിരിക്കുന്നു ആ ഒരു ഫർണിച്ചറിൻ്റെ ഡിസൈൻ. അപ്പോൾ അതെന്താണ്, അതൊരു ഡയറക്റ്റ് മെറ്റീരിയലും അല്ല, ഡയറക്റ്റ് ലേബറും അല്ല, പക്ഷേ എന്താണ് അതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ആ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിട്ട്. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആർ ദോസ് വിച്ച് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പെർട്ടിക്കുലർ ജോബ്. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആർ ദോസ് വിച്ച് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ ജോബ്. അതായത് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനോ അല്ലെങ്കിൽ ജോബിലേക്കോ ഡയറക്റ്റ് ആയിട്ട് ആട്രിബ്യൂട്ട് ചെയ്യപ്പെടാത്ത എക്സ്പെൻസുകൾ, പക്ഷെ അത് ഇൻഡയറക്റ്റ് മെറ്റീരിയലും അല്ല, ഇൻഡയറക്റ്റ് ലേബറും അല്ല. ഓക്കെ, പക്ഷെ എന്താണ് അതിന് ആ പ്രൊഡക്ഷനുമായിട്ട് ചില ബന്ധങ്ങളുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ. അപ്പോൾ അതിൽ റിപ്പയർ വരുന്നുണ്ട്, ഡിപ്രിസിയേഷൻ വരുന്നുണ്ട്, ഇൻഷുറൻസ് വരുന്നുണ്ട്, റേറ്റ്സ് വരുന്നുണ്ട്, ടാക്സസ് വരുന്നുണ്ട്, റേറ്റ്സ് വരുന്നുണ്ട്, റെൻറ്റ് വരുന്നുണ്ട്, അതേപോലെ ക്യാരേജ് ചാർജ് വരുന്നുണ്ട്, അഡ്വർടൈസിങ് വരുന്നുണ്ട്. ഇതൊക്കെ എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ട് വന്ന നമ്മുടെ കോസ്റ്റിൻ്റെ എലമെൻറ്റ്സ്. ഓക്കെ, ഇനി ഈ പറയുന്ന ഓവർ ഹെഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഓവർ ഹെഡ്സ് എന്ന് നോക്കാം. ഓവർ ഹെഡ്സ് ആർ ഇൻഡയറക്റ്റ് ചാർജസ്. അപ്പോൾ ഓവർ ഹെഡ്സ് ഇൻഡയറക്റ്റ് ചാർജസ് ആണ്. ദീസ് ആർ ദ ആഗ്രിഗേറ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ഓവർ ഹെഡ്സ് ഈ പറയുന്ന ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിൻ്റെയും ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റിൻ്റെയും ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ഒരു ആഗ്രിഗേറ്റ് ആണ്, ടോട്ടലാണ്. ദീസ് ആർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അപ്പോൾ ഇത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. Overheads cannot be conveniently and directly charged to സ്പെസിഫിക് കോസ്റ്റ് സെൻറ്റർ ഓർ യൂണിറ്റ്. അതായത് ഒരു സ്പെസിഫിക് കോസ്റ്റ് സെൻറ്ററിലേക്കോ യൂണിറ്റിലേക്കോ ഡയറക്റ്റ്ലി ചാർജ് ചെയ്യപ്പെടാത്ത ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളുടെ ഒരു അഗ്രിഗേറ്റ് ആണ് എന്ത് ഓവർ ഹെഡ്സ് എന്ന് വെച്ചാൽ. ദീസ് ആർ ടു ബി അപ്പോഷൻഡ് ഓർ അബ്സോർബ്ഡ്. ഇത് അപ്പോഷൻ ചെയ്യണം അല്ലെങ്കിൽ ഇത് അബ്സോർബ് ചെയ്യണം. ഓവർ ഹെഡ്സ് ആർ ഓൾസോ കോൾഡ് ഓൺ കോസ്റ്റ്. ഓവർ ഹെഡ്സിനെ ഓൺ കോസ്റ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ദേ ആർ സംടൈംസ് കോൾഡ് ബേർഡൻ. ചിലപ്പോൾ ഇതിനെ ബേർഡൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓവർ ഹെഡ്സിന് ഓൺ കോസ്റ്റ് എന്നും ബേർഡൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് ഓവർ ഹെഡ്. അപ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ശരിക്കും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഓവർ ഹെഡുമായിട്ട്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്, എക്സ്പെൻസ് വിച്ച് ആക്ച്വലി ഇൻകേർഡ് ആണ്, നടന്നിരിക്കുന്ന എക്സ്പെൻസുകളാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. പക്ഷേ ഓവർ ഹെഡ്സ് എന്താണ്, ഇത് എസ്റ്റിമേറ്റഡ് എക്സ്പെൻസുകളാണ്, വരാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന എക്സ്പെൻസുകളാണ് ഓവർ ഹെഡ്സ് എന്ന് വെച്ചാൽ. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഓൾറെഡി നടന്ന എക്സ്പെൻസുകളാണ്, ആക്ച്വലി ഇൻകേർഡ് ആണ്. ഇവിടെ എന്താണ്, ഇത് എസ്റ്റിമേറ്റഡ് ആണ്, നമ്മൾ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന എക്സ്പെൻസുകളാണ് ഓവർ ഹെഡ്സ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഓൾറെഡി നടന്നത്, ഓവർ ഹെഡ്സ് കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന എക്സ്പെൻസുകളാണ്. ബോത്ത് കനോട്ട് ബി അലോക്കേറ്റഡ് ടു എ കോസ്റ്റ് സെൻറ്റർ ഓർ യൂണിറ്റ്. പക്ഷേ ഒരു കോസ്റ്റ് സെൻറ്ററിലേക്കോ യൂണിറ്റിലേക്കോ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ഡിവൈഡ് ചെയ്ത് അപ്പോഷൻ ചെയ്തിട്ടാണ് ഓരോന്നിലേക്കും കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓവർ ഹെഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 4. 4 രീതിയിലാണ് ഓവർ ഹെഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതൊന്ന് ഫാക്ടറി ഓവർ ഹെഡ്സ് ആണ്, ഒന്ന് ഓഫീസ് ഓവർ ഹെഡാണ്, ഒന്ന് സെല്ലിംഗ് ഓവർ ഹെഡാണ്, ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഫാക്ടറി ഓവർ ഹെഡാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കാം, ദീസ് ആർ ഇൻഡയറക്റ്റ് ചാർജസ് ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് പ്രൊഡക്ഷൻ. അപ്പോൾ പ്രൊഡക്ഷനിൽ നടന്ന ഇൻഡയറക്റ്റ് ചാർജസ് ആണ് ഫാക്ടറി ഓവർ ഹെഡ്സ്. അപ്പോൾ അതിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ വരും, ഇൻഡയറക്റ്റ് ലേബർ വരും, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വരും. അത് പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഗോഡൗണായിട്ട് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസായിട്ട് ബന്ധപ്പെട്ട് ഫാക്ടറിയിൽ വരുന്ന ഇൻഡയറക്റ്റ് ചാർജസ് ആണ് എന്ത് ഫാക്ടറി ഓവർ ഹെഡ്. അടുത്തത് ഓഫീസ് ഓവർ ഹെഡ്സ് ആണ്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ് ആണ്. അപ്പോൾ ദീസ് ആർ ഓൾസോ കോൾഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ്. ദീസ് ആർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇൻകേർഡ് ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ്. അപ്പോൾ നയരൂപീകരണത്തിന്, പ്ലാനിങ്ങിന്, കൺട്രോളിങ്ങിന്, ഡയറക്റ്റിങ്ങിന്, മോട്ടിവേറ്റിംഗ് ഓഫ് പേഴ്സണൽ, ഈ വക കാര്യത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വേണ്ടി വന്ന ചിലവുകളാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് എന്ത് ഓഫീസ് ഓവർ ഹെഡ്സ്. അപ്പോൾ എക്സാമ്പിൾസ് ഓഫ് ഓഫീസ് ഓവർ ഹെഡ്സ് ഇൻക്ലൂഡ് ഓഫീസ് റെൻറ്റ്, ഓഫീസ് സാലറി, പോസ്റ്റേജ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ലീഗൽ ചാർജസ്, ഓഡിറ്റ് ഫീസ്, അക്കൗണ്ടൻറ്റ് സാലറി, ഓഫീസ് ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, ഡിപ്രിസിയേഷൻ ഓഫ് ഫർണിച്ചർ, ടെലിഫോൺ ചാർജസ്, ഡയറക്ടേഴ്സ് ഫീസ് എക്സെട്ര. ദീസ് ആർ ഓഫീസ് ഓവർ ഹെഡ്സ്. ഇനി അടുത്തത് സെല്ലിംഗ് ഓവർ ഹെഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് ഓവർ ഹെഡ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ദീസ് ആർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ ദ പേർപ്പസ് ഓഫ് പ്രൊമോട്ടിംഗ് സെയിൽസ്. അതായത് സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വന്ന ചിലവുകളാണ് എന്ന് സെല്ലിംഗ് ഓവർ ഹെഡ്സ്. ഓക്കെ, ആൻഡ് ക്രിയേറ്റിംഗ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ഡിമാൻഡ് ആൻഡ് റിട്ടൈനിങ് ദ കസ്റ്റമേഴ്സ്. അപ്പോൾ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനും അവരെ നിലനിർത്താനൊക്കെ വേണ്ടി എടുക്കുന്ന ചിലവുകളാണ്, ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ചിലവുകളാണ്
Selling overheads. Examples of such expense are advertising, salesman salary, commission, bad debt, market research, traveler's salary, sales office, showroom expense, sales manager salary, samples, free gift, after sales service expense, etc. ഓക്കെ, അപ്പോൾ ഇതാണ് ഓഫീസ് ഓവർഹെഡും സെല്ലിംഗ് ഓവർഹെഡും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ്. ദീസ് ആർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ്. അപ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ദീസ് ആർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻകേർഡ് ഫ്രം ദ ടൈം the products are completed in the factory till they reach their destination. These are cost of moving the goods from factory to the places of consumers. Examples of distribution overhead are godown rent, warehouse staff salary, parking expenses, delivery van expenses, carriage outward, insurance of stock of finished goods. അതായത് നമ്മുടെ ഗുഡ്സ് ഫാക്ടറിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഫിനിഷ്ഡ് രൂപം, അതായത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാൽ അത് പിന്നെ കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് എത്തുന്നവരെ ഉള്ള ചിലവുകളാണ്. അപ്പോൾ അതിൻ്റെ ട്രാൻസിറ്റ് കോസ്റ്റാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനിടയ്ക്ക് ഗോഡൗണിൽ സൂക്ഷിക്കേണ്ടി വരും, അതിൻ്റെ ചിലവുകൾ. അപ്പോൾ ഇതൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡുകളായിട്ട് പറയുന്നത്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഒരു ഗുഡ്സ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി കഴിഞ്ഞാൽ ഫാക്ടറിയിൽ നിന്ന് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എവിടേക്ക് എത്തണം? കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തണം. ചിലപ്പോൾ ദൂരെയുള്ള കൺസ്യൂമേഴ്സ് ആവാം. ചിലപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സൗത്ത് ഇന്ത്യ വരെ എത്തുന്നുണ്ടാവും. ലോകത്തിൻ്റെ പല മേഖലകളിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ഉണ്ടാക്കുന്ന സാധനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും എത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്താണ് ഈ യാത്രാ ചെലവ് അല്ലെങ്കിൽ എന്താണ് ഇത് സ്റ്റോറേജ്, ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന സ്റ്റോറേജ് ചെലവുകളൊക്കെയാണ് എന്ത് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ എലമെൻറ്റ്സിൽ ആദ്യം തന്നെ മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇൻഡയറക്റ്റ് ഫോമിൻ്റെ പേരായിരുന്നു, ഇതിൻ്റെ ഒരു അഗ്രിഗേറ്റ് ഫോം ആയിരുന്നു ഓവർഹെഡ്സ്. അപ്പോൾ ഓവർഹെഡ്സ് തന്നെ 4 തരമാണുള്ളത്. അടുത്തതായിട്ട് ഡിവിഷൻസ് ഓർ കോമ്പണൻസ് ഓഫ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആണ് കണ്ടത്. ഇവിടെ ഈ എലമെൻറ്റ്സ് ചിലത് ജോയിൻ ആയി കഴിഞ്ഞാൽ ചില കോമ്പണൻസ് ആവും അല്ലെങ്കിൽ ചില ഡിവിഷൻസ് ആവും. ഓക്കെ, ബൈ ഗ്രൂപ്പിംഗ് ദ വേരിയസ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് വി ഗെറ്റ് ദ ഫോളോയിങ് ഡിവിഷൻസ് ഓർ കോമ്പണൻസ് ഓഫ് കോസ്റ്റ്. അതായത് ചില എലമെൻറ്റ്സ്, കോസ്റ്റിൻ്റെ എലമെൻറ്റ്സ് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? അത് ചില ഡിവിഷൻസ് അല്ലെങ്കിൽ കോമ്പണൻസ് ആവും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പ്രൈം കോസ്റ്റ്, സെക്കൻഡ് വൺ ഫാക്ടറി കോസ്റ്റ്, തേർഡ് വൺ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഫോർത്ത് വൺ ഈസ് ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൈം കോസ്റ്റ് എന്ന് നോക്കാം. പ്രൈം കോസ്റ്റ് റെഫേഴ്സ് ടു ദ ടോട്ടൽ ഓഫ് 3 ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് വിച്ച് ഈസ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അതായത് പ്രൈമറി ആയിട്ടുള്ള എലമെൻറ്റ്സും കൂടി എന്താണ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കോസ്റ്റാണ് പ്രൈം കോസ്റ്റ്, വിച്ച് ഈസ് ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഓക്കെ, അപ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ ഈ ഒരു ഇക്വേഷനും കൂടി പ്രൈം കോസ്റ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുതി വെക്കുക. നെക്സ്റ്റ് വൺ ഈസ് ഫാക്ടറി കോസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫാക്ടറി കോസ്റ്റ് എന്ന് നോക്കാം. ദിസ് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്, ദിസ് ഈസ് ദ ടോട്ടൽ ഓഫ് പ്രൈം കോസ്റ്റ് ആൻഡ് ഫാക്ടറി ഓവർഹെഡ്. അതായത് ഇത് പ്രൈം കോസ്റ്റിൻ്റെയും ഫാക്ടറി ഓവർഹെഡ്സിൻ്റെയും കൂടി ടോട്ടലാണ് ഫാക്ടറി കോസ്റ്റ് എന്ന് വെച്ചാൽ. ഇറ്റ് ഈസ് ദ ആക്ച്വൽ എക്സ്പെൻസ് ദാറ്റ് ആർ ഇൻകേർഡ് ഇൻ കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വർക്ക് കോസ്റ്റ്. അതായത് ഫാക്ടറി കോസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് വർക്ക് കോസ്റ്റ്. അതായത് പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഫാക്ടറി കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക് കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓർ വർക്ക് ഓവർഹെഡ്. ശ്രദ്ധിക്കുക, ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ നമ്മുടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പ്രൈം കോസ്റ്റ് എന്തായിരുന്നു? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആയിരുന്നു പ്രൈം കോസ്റ്റ്. അതിൻ്റെ കൂടെ നമ്മുടെ ഫാക്ടറി അല്ലെങ്കിൽ വർക്ക് ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കോസ്റ്റ് കിട്ടും. ഇതിൻ്റെ കൂടെ നമ്മുടെ സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഓക്കെ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ദിസ് ദ ആഗ്രിഗേറ്റ് ഓഫ് ഫാക്ടറി കോസ്റ്റ് ആൻഡ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓഫീസ് കോസ്റ്റ്. ഇനി അടുത്തത് എന്താണ് ടോട്ടൽ കോസ്റ്റ് എന്നുള്ളതാണ്. വെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് ആർ ആഡഡ് ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇറ്റ് ഈസ് കോൾഡ് ടോട്ടൽ ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ്. അതായത് ടോട്ടൽ കോസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസും കൂടെ ആഡ് ചെയ്താൽ മതി. ഇറ്റ് സെർവ്സ് ദ പർപ്പസ് ഓഫ് ഫിക്സിംഗ് ദ സെല്ലിംഗ് പ്രൈസ് ബൈ ആഡിംഗ് എ മാർജിൻ ഓഫ് പ്രോഫിറ്റ് ടു ദ ടോട്ടൽ കോസ്റ്റ്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ വരെ കിട്ടി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ.
ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസും കൂടി അല്ലെങ്കിൽ ഓവർ ഹെഡും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും കൂടി ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈം കോസ്റ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ നമുക്ക് ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഈ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ നമുക്ക് എന്താണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കും. ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് എന്താണ് പ്രൈം കോസ്റ്റ് എന്നുള്ളതും എന്താണ് ഫാക്ടറി കോസ്റ്റ് എന്നുള്ളതും എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതും അതേപോലെ എന്താണ് ടോട്ടൽ കോസ്റ്റ് എന്നുള്ളതും നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫുൾ തിയറി ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ചാപ്റ്റർ മെറ്റീരിയൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.